ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. നമസ്തേ. ആയുർവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പ്രിയ സജീഷ് കുമാർ. സ്ട്രെസ് മാനേജ്മെൻറ്റ് ആയുർവേദത്തിലൂടെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആളെക്കൊല്ലി സ്ട്രെസ് എന്ന പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ സ്ട്രെസ് ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല. ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവരിൽ വരെ എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം, ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതം പലർക്കും നല്ല കൂട്ടായ്മകളോ ഫ്രണ്ട്സോ ഇല്ലാത്തതും എല്ലാം നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടാനും ഒരു പ്രശ്നം ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതും നല്ല വ്യക്തിബന്ധങ്ങൾ ഇല്ലാത്തതുമൊക്കെ ഇതിന് കാരണമാണ്. കൂടാതെ ഇന്നത്തെ നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റും ഒരുപാട് സ്ട്രെസ് നൽകുന്നതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രോഗങ്ങളായിരിക്കില്ല നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മരണത്തിന് കാരണം. ഈ സ്ട്രെസ് കൂടുന്ന അവസ്ഥകളായിരിക്കും. സ്ട്രെസ് കൂടുമ്പോൾ നമ്മളുടെ BP കൂടുന്നു, ഷുഗർ എലിവേറ്റ് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. പല രോഗങ്ങളും ഉള്ള ആളുകളിൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ആളുകളിൽ പെട്ടെന്ന് സ്ട്രെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അറ്റാക്കോ സ്ട്രോക്കിനോ അത് കാരണം വരെ ആയേക്കാം. ഏറ്റവും വലിയ മാനസിക പ്രശ്നത്തിന് കാരണങ്ങളും ഒന്നാണ് ഇന്നത്തെ സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് മാറ്റാനായിട്ട് ആയുർവേദത്തിലും യോഗയിലും ഒരുപാട് വിധികളുണ്ട്. ഒന്നാമത്തത്, ഇപ്പോഴത്തെ ജീവിത രീതി തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബയോടോക്സിൻസ് കൂടാനുള്ളൊരു കാരണമായി മാറുന്നു. പഞ്ചകർമ്മ ചികിത്സയിലൂടെ നമുക്ക് ദേഹശുദ്ധി വരുത്താവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ശരീരശുദ്ധി വരുത്തുന്നു. അതിനുശേഷം ശിരസിന്, കാരണം സ്ട്രെസ്സ് വരുമ്പോൾ കൂടുതലും നമ്മുടെ ബ്രെയിനാണത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ശിരോധാര വളരെ യൂസ്ഫുള്ളാണ്. ഭയങ്കര റിലാക്സേഷനും അതോടൊപ്പം തന്നെ നാഡീഞരമ്പുകൾക്ക് അതിൻ്റെ ബലം വർദ്ധിപ്പിക്കാനും ശിരോധാര, നസ്യം, ശിരോവസ്തി എന്നീ ചികിത്സാരീതികൾ വളരെ ഫലപ്രദമാണ്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നു. ഇത് ചെയ്യുന്നതോടൊപ്പം മറ്റ് രോഗങ്ങളിലും ശാന്തി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേറൊരു ഉപായം യോഗയാണ്. യോഗയിൽ നമുക്ക് പ്രാണായാമം ശീലിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ മാറ്റം വരും. അപ്പോൾ നമ്മൾ ശ്വാസം റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ യൂണിവേഴ്സലി സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിന്തകൾ ഉപയോഗിച്ചൊരിക്കലും ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രാണായാമത്തിലൂടെ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സിലൂടെ അത് നമുക്ക് സാധ്യമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം ധ്യാനം ശീലിക്കുക എന്നതാണ്. ഒരു ദിവസം 20 മിനിറ്റ് എങ്കിലും നമ്മൾ ധ്യാനത്തിനായിട്ട് മാറ്റിവെക്കുക. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ കണ്ണുകളടച്ച് അല്പനേരം ഇരിക്കുന്നതാണ്. പക്ഷേ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കണ്ണടച്ചിരിക്കുമ്പോൾ എല്ലാവിധ ചിന്തകളും നമ്മളിലേക്ക് വരും. അതിനൊന്നും തടയേണ്ടതില്ല. ദിവസങ്ങൾ ചെല്ലുന്തോറും നമ്മൾ മനസ്സിലാകും ഈ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരികയും നമ്മൾ
നമ്മളുടെ സാന്നിധ്യത്തിൽ നമ്മളോടൊത്ത് ഏകാന്തതയിൽ സ്വസ്ഥമായിരിക്കാൻ നമ്മൾ ശീലിക്കും. ഇതോടെ ഒരുപാട് മാറ്റങ്ങളും നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. രണ്ടാമത്തത്, നമ്മൾ എല്ലാ യോഗയോ എക്സസൈസോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ അല്പനേരം വിശ്രമിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മൾ കിടക്കുമ്പോൾ ശവാസനത്തിൽ ഒരു 10 മിനിറ്റെങ്കിൽ മിനിമം കിടന്നു കഴിഞ്ഞാൽ BP വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതിനായി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. നീണ്ടു നിവർന്ന് കൈകൾ മലർത്തി ശ്വാസം ശ്രദ്ധിച്ച് ഉറങ്ങിപ്പോകരുത്. ബോധപൂർവമായിട്ട് നമ്മൾ കണ്ണുകളടച്ച് റിലാക്സ് ചെയ്യാൻ പഠിക്കുക. ഒരേ അവയവങ്ങളായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് കാല് തുടങ്ങി ശിരസ് വരെ നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മൾ ദീർഘമായ ശ്വാസം എടുത്തു വിടാൻ ശീലിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അതിൻ്റെ റിസൾട്ടായിട്ട് നല്ല കോൺസെൻട്രേഷനും പ്രവൃത്തി ചെയ്യാനുള്ള ഉന്മേഷവും എല്ലാം കിട്ടും. 2 നേരം ചെയ്താൽ 20 മിനിറ്റ് ഏറ്റവും ഉത്തമം. പക്ഷേ അല്പനേരം നമുക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചാൽ ദീർഘകാലത്തിൽ നമുക്ക് പല രോഗങ്ങളും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. പുതിയ വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.